നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാവിയോ മൊറേറ ഡി ഒലിവേര, സാവിയോ എന്നും വിളിക്കാം, സാവിഞ്ഞോ എന്നും വിളിക്കാം. ബ്രസീലിയൻ യുവ സൂപ്പർ താരം മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തിയിട്ട് പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോയ സീസണിൽ ജിറോണയിലാണ് അവൻ കളിച്ചിരുന്നത്. അവിടെ നിന്നാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ സ്വന്തമാക്കുന്നത്. ട്രോയ്സിന്റെ പ്ലെയർ ആയിരുന്നു. ജിറോണയിൽ ലോണിലാണ് കളിച്ചിരുന്നത്. അവിടെ നിന്നാണ് 20-കാരൻ സാവിയോയെ പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കുന്നത്. ബ്രസീലിയൻ ദേശീയ ടീമിൽ ഓൾറെഡി 7 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാവിഞ്ഞോ. സിറ്റിക്ക് വേണ്ടി മികച്ച പ്രകടനം ഇന്നലെയും സാവിഞ്ഞോ നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എല്ലാവരെയും ഇംപ്രസ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ടീമിലെ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് വരുന്ന ക്വാളിറ്റി അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. അത് കൃത്യമായിട്ട് കാണാനുണ്ട്. ഇംഗ്ലീഷ് കൂടി ഒന്ന് പഠിച്ചെടുക്കണം, ബാക്കിയൊക്കെ സെറ്റാണ് എന്ന് എർലിംഗ് ഹാലൻഡ് പറയുന്നു. ഹാലൻഡിന്റെ വാക്കുകളിലേക്ക് പോകാം. ഹാലൻഡ് പറയുന്നു, തീർച്ചയായിട്ടും അവൻ വളരെ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. ഇംഗ്ലീഷ് പഠിച്ചെടുക്കേണ്ടതുണ്ട്, പക്ഷെ അവന്റെ സ്കിൽസ് വളരെ ഇംപ്രസീവാണ്. അതിപ്പോൾ എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട്. സോ ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുമിച്ച് കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലം ലഭിക്കുകയും ചെയ്യും. പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ തന്നെ അവന്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പൊ ഈ കളിയിൽ തന്നെ ഒരു പെനാൽറ്റി ഉണ്ടാക്കിയെടുത്തു, അസിസ്റ്റ് നൽകി. സോ ഈസ് ഗോയിങ് ടു ബി റിയലി ഗുഡ് എന്നാണ് എർലിംഗ് ഹാലൻഡ് പറയുന്നത്. സിറ്റിയിലേക്ക് എത്തിയിട്ട് മറ്റൊരു രാജ്യത്തേക്ക് വന്നിട്ട് അഡാപ്റ്റഡ് ആവാനുള്ള സമയമൊന്നും അധികമൊന്നും എടുക്കാതെ സാവിഞ്ഞോ പൊളിച്ചെടുക്കുകയാണ്. 3 കളികൾ ആകെ കളിച്ചു കഴിഞ്ഞു. പ്രീമിയർ ലീഗിലെ 2 കളിയും അതുകൂടാതെ ഒരു കളിയും കളിച്ചിട്ട് 3 കളി ആകെ കളിച്ചു. അതിൽ 1 അസിസ്റ്റ്, 6 കീ പാസുകൾ അദ്ദേഹത്തിന്റെ വക നമ്മൾ കണ്ടു. ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. 9 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകളിൽ 7 സക്സസ്ഫുൾ ആയി. 67% ഡ്യുവൽസ് വിൻ ചെയ്യുന്നു. ഒരു പെനാൽറ്റി ഉണ്ടാക്കിയെടുത്തു. സോ മിന്നും പ്രകടനമാണ്. ഗുഡ് സ്റ്റാർട്ടാണ് സാവിയോക്ക് സിറ്റിയിൽ ലഭിച്ചിരിക്കുന്നത്. പെപ്പിന്റെ കീഴില് അദ്ദേഹത്തിന്റെ അതിരെന്ന് പറയുന്ന ആകാശമാണ്. എത്രത്തോളം പറന്നുയരും ഈ കാനറി കിളി എന്ന് കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.